യോഗ ആദരണീയയായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷ, എൻ്റെ വളരെ അടുത്ത എഴുത്തുവഴിയിലെ സുഹൃത്തായ ശ്രീമതി സുനിത ചേച്ചി, വരയുടെ ചക്രവർത്തിയായിരിക്കെ തന്നെ വരികളുടെ കൂടി ചക്രവർത്തിയെന്ന് നാം തിരിച്ചറിഞ്ഞ വളരെ ഒതുക്കത്തിൽ ഒരു പുസ്തക പ്രകാശന കർമ്മവും അതിനോടനുബന്ധിച്ച വാക്കുകളും കൊണ്ട് ഈ ചടങ്ങിനെ ധന്യമാക്കിയ ആദരണീയനായ ശ്രീ നന്ദൻപിള്ള, ഈ ചങ്ങമ്പുഴ മന്ദിരം ഒരു മലർവാടിയായി നമ്മൾ കൽപ്പന ചെയ്യുകയാണെങ്കിൽ അതിൽ വർണ്ണശബളമായി ചിറകടിച്ച് വന്നിരിക്കുന്നൊരു കുഞ്ഞു പൂമ്പാറ്റയായി നമുക്ക് മുന്നിൽ തപസ്സിയിരിക്കുന്നു. തപസ്സി എന്ന് ഈ ചങ്ങമ്പുഴ മന്ദിരമാകുന്ന പൂന്തോപ്പിലെ ഏറ്റവും അഴകുള്ള, അക്ഷരങ്ങളാൽ അഴകണിഞ്ഞ ഒരു പൂമ്പാറ്റയാണ്. അങ്ങനെയുള്ള കുഞ്ഞു തപസ്യ എഴുത്തുകാരനായ ഹരിദാസേട്ടൻ, അഭിനേത്രിയായ സന അടക്കം വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, സദസ്സിലിരിക്കുന്ന ഈ ചടങ്ങിന് സന്നിഹിതരായ നല്ലവരായ സഹൃദയരെ, എല്ലാവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം. ഈ പുസ്തകത്തിൻ്റെ പരിചയപ്പെടുത്തൽ എവിടെ നിന്ന് തുടങ്ങണം എന്ന് ഞാനിങ്ങനെ അവിടെ ഇരുന്ന് ആലോചിക്കുകയായിരുന്നു. നിങ്ങൾ പുസ്തകം പ്രകാശിപ്പിച്ച സമയത്ത് കണ്ടല്ലോ അല്ലേ പുസ്തകം? അതിൻ്റെ കവർ ചിത്രം തന്നെ ഈ പുസ്തകത്തെ വായനക്കാരൻ്റെ മനസ്സിലേക്ക് പരിചയപ്പെടുത്തുന്ന ഒരു കലാസൃഷ്ടിയാണ്. അതായത് ഇതിലടങ്ങിയിട്ടുള്ളത് മുഴുവൻ ഒരു കുട്ടിയുടെ ഭാവന ചിറക് വിടർത്തി കുടഞ്ഞിട്ട അക്ഷരങ്ങളാണ്. ആ അക്ഷരങ്ങൾ കവിതാരൂപം പ്രാപിച്ചതാണ് എന്ന് തിരിച്ചറിയാൻ തക്ക വിധത്തിൽ ആ ഓലപ്പമ്പരം കയ്യിൽ പിടിച്ചുകൊണ്ട് പൂക്കൾക്കിടയിലൂടെ നടന്നു പോകുന്ന രണ്ട് കുഞ്ഞുങ്ങളാണ് ഈ മുഖചിത്രത്തിലുള്ളത്. അപ്പോൾ ഈ മുഖചിത്രത്തിൽ നിന്ന് തന്നെ തുടങ്ങുന്നു ഈ പുസ്തകത്തിൻ്റെ കാവ്യ സൗന്ദര്യം എന്നുള്ളതാണ്. ഇന്ന് ഓലയും ഇടവഴികളും വയൽവരമ്പുകളും കറുകത്തലപ്പിൽ മിന്നിത്തിളങ്ങുന്ന മഞ്ഞുനീർത്തുള്ളികളുമൊക്കെ അന്യമായി കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അത്തരം അനുഭവങ്ങൾ, കാഴ്ചകൾ അന്യമായി കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത്. അപ്പോൾ അവിടേക്ക് ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ഒരു 40 വയസ്സിനോടടുത്ത അതിന് മേലേക്കും പ്രായമുള്ള ആളുകളുടെ ബാല്യകാല കേളികളിലേക്ക് നമ്മെ ഓർമ്മയിലൂടെ കൂട്ടിക്കൊണ്ടുപോകാൻ പര്യാപ്തമായ ഒരു ചിത്രമാണ് ഈ പുസ്തകത്തിൻ്റെ കവർ ചിത്രമായി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചിത്രം തന്നെ ഏറെ വിചിത്രമായിരിക്കുന്നു, മനോഹരമായിരിക്കുന്നു, നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. അപ്പോൾ ഈ കാണിക്കുന്ന ചിത്രശലഭങ്ങളും പൂക്കളും പുൽകളും അതുപോലെ ഓലപ്പമ്പരവും ഒക്കെ അണിനിരന്ന് നമ്മെ പുസ്തകത്തിലേക്ക് വരവേൽക്കുന്ന ഒരു കവർ ചിത്രം. ഇനി ആ കവർ ചിത്രത്തിൻ്റെ ഒന്നാമത്തെ പേജ് മറിച്ച് നമ്മളങ്ങനെ ഓരോ പേജുകളും വിരൽത്തുമ്പ് കൊണ്ട് മറിച്ച് മുന്നേറുമ്പോൾ ഈ പേജുകളിലൊക്കെ തന്നെ കറുത്ത നിറത്തിലുള്ള പൂക്കളും ഇലകളും ചെടികളും ശലഭങ്ങളുമൊക്കെ ഇങ്ങനെ പാറി വരുന്നതും വിടർന്നുലയുന്നതും ഒക്കെ നമുക്ക് കാണാം. അപ്പോഴാണ് തപസ്യ എന്ന പേരും തപസ്യയുടെ കാവ്യകർമ്മവും എത്രമാത്രം ചേർന്നിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോൾ എന്താണ് അച്ഛനും അമ്മയും ഇങ്ങനൊരു പേര് കുട്ടിക്ക് ഇടാൻ കാരണമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു പോയി. നാം ഇന്നറിയുവതല്പം എല്ലാം ഓമനെ ദൈവസങ്കല്പം എന്ന് കുമാരനാശാൻ്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കാവ്യവരിയുണ്ട് അല്ലേ? നമുക്കൊക്കെ അറിയാം. ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ. കുട്ടി വളരെ കൗതുകത്തോടു കൂടി വീട്ടുമുറ്റത്തെ പൂച്ചെടിയിൽ നിന്ന് ശലഭങ്ങൾ പറന്നു പോകുന്നത് കാണുമ്പോൾ കുട്ടിയുടെ കൗതുകമുള്ള കണ്ണുകളിൽ അത് പതിയുന്നത് പൂക്കൾ തന്നെ ചിറകടിച്ച് പറന്നു പോവുകയാണെന്നാണ്. അപ്പം അമ്മ പറയാണ്, തെറ്റി നിനക്കുണ്ണി ചൊല്ലാം പൂമ്പാറ്റകളല്ലോ അതെല്ലാം. അത് പൂക്കളല്ല പറന്നു പോകുന്നത്, പൂമ്പാറ്റകളാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പുസ്തകം നമ്മൾ വായിച്ചു നോക്കുമ്പോഴും തപസ്യയുടെ
മനസ്സിലൂടെ കടന്നു പോകുന്ന കൗതുകങ്ങളാണ് പിന്നീട് കവിതയായി ചിറകടിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കുമാരനാശാൻ ഒരു കുട്ടിയുടെ മനസ്സിനെ കടമെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ മഹാകവിയായ മലയാളത്തിൻ്റെ ആധുനിക കവിത്രയങ്ങളിൽ അഗ്രേസരിൽ നിന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മഹാകവിയായ കുമാരനാശൻ കുഞ്ഞു മനസ്സിലേക്ക് ഇറങ്ങി വന്ന് എഴുതി വെച്ച കവിതയുടെ വരിയുടെ സൗന്ദര്യം തപസ്യയുടെ കുഞ്ഞു കണ്ണുകളിലെ കൗതുകമായി ഇതൾ വിരിയുമ്പോഴാണ് ഈ പുസ്തകത്തിലെ കവിതകൾ ഓലപ്പരമ്പരത്തിൻ്റെ ചെറിയ തിരിച്ചിൽ നമ്മുടെയൊക്കെ ഉള്ളിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കവിതകളെ മുഴുവൻ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു കാവ്യ പാരമ്പര്യത്തിലൂടെ വായിച്ചു വളർന്ന ഒരു വലിയ കവിയുടെ ഭാവനാവിലാസങ്ങളല്ല നമ്മൾ കാണുന്നത്. ഒരു കുഞ്ഞു മനസ്സിൻ്റെ കൗതുക കാഴ്ചകൾ, ചുറ്റുപാടുകളിൽ താൻ കാണുന്ന, താൻ കേൾക്കുന്ന, അവിടെ ഇവിടെയൊക്കെയായി താൻ വായിച്ചറിയുന്ന അമ്മയും അമ്മൂമ്മയും ഒക്കെ പറഞ്ഞും പകർന്നും കൊടുക്കുന്ന ചില വിവരങ്ങൾ, അത് ആ കുഞ്ഞു മനസ്സിൽ ഉണർത്തുന്ന കൗതുകങ്ങളാണ് കവിതയായി ചിറക് വിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാല്യ കൗതുകത്തിൻ്റെ സൗന്ദര്യം തുളുമ്പുന്ന കവിതകളാണ് ഇതിലുള്ളത്. ഞാൻ നേരത്തെ ഒരു ചോദ്യം ഉന്നയിച്ചു, എന്താണ് ഇങ്ങനൊരു പേരിട്ടത്? ആ പേരെല്ലാം കൊണ്ടും അന്വർത്ഥമായി തീർന്നു എന്നുള്ളതാണ് ഈ 8 വയസ്സുകൊണ്ട് ഈ ബാലിക തെളിയിച്ചിരിക്കുന്നത്. അതൊന്നും കൂടെ നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ ഞാനൊരു കാര്യം കൂടെ പറയും. ഇവിടുന്ന് ഏതാനും ദൂരം അങ്ങോട്ട് കുറച്ച് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോയാൽ അവിടെ തൃശ്ശൂർ ജില്ലാ ആയുർവേദ ആശുപത്രിയുണ്ട്. ആ ആശുപത്രിയിലേക്ക് കൂടുതൽ ആളുകളും വരുന്നത് നേത്ര ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ്. നേത്ര ചികിത്സയിൽ കേരളത്തിൽ തന്നെ വളരെയധികം പേരെടുത്ത ഒരു വിദഗ്ധനായൊരു ഡോക്ടറുണ്ട്. അദ്ദേഹം ശ്രദ്ധിക്കണേ, നേത്ര ചികിത്സാ വിദഗ്ധനാണ്. അദ്ദേഹത്തിൻ്റെ പേര് നേത്രദാസ് എന്നാണ്. ഡോക്ടറുടെ പേര് നേത്രദാസ് എന്നാണ്. അപ്പോൾ അച്ഛനും അമ്മയും ഇട്ടൊരു പേര് എത്ര അർത്ഥപൂർണമായി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സാധാരണ, ഞാനിവിടെ അടുത്താണ് ഇങ്ങനെ കേട്ടത്, നമ്മളൊക്കെ കുട്ടികളെ ചെറിയ എന്താ പറയുക വിളിപ്പേരുകളൊക്കെ വിളിക്കില്ലേ, നമുക്ക് ഇഷ്ടപ്പെട്ട ചില പേരുകളൊക്കെ വിളിക്കും. അപ്പോൾ ശരിക്കും ഒരു ആളെ ഒരു പേര് വിളിക്കുമ്പോൾ ആ പേര് ഉച്ചരിക്കപ്പെടുമ്പോൾ പുറപ്പെടുന്ന ഊർജ തരംഗങ്ങൾ, ആ തരംഗങ്ങൾക്ക് ആ കുട്ടിയുടെ മനസ്സിൻ്റെ പ്രകൃതിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും അത്രേ. അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ ആവശ്യമില്ലാത്ത പേരുകൾ വിളിക്കരുതെന്ന് പറയും. ചിലപ്പോൾ ദേഷ്യം വന്ന മറ്റൊക്കെ കുട്ടികളെ നമ്മൾ ശകാരിച്ച് ചില പേര് വിളിക്കില്ലേ, അങ്ങനെ പേര് വിളിക്കരുത്. ആ കുട്ടികളുടെ പേര്, ആ പേരിൽ നിന്ന് അവർ അർത്ഥമുള്ള പേരുകൾ ഇടുക. എന്നിപ്പോൾ എങ്ങനെ അച്ഛൻ്റെ പേരിൻ്റെ ആദ്യാക്ഷരവും അമ്മയുടെ പേരിൻ്റെ ആദ്യാക്ഷരം അല്ലെങ്കിൽ അവസാന അക്ഷരമൊക്കെ ചേർത്ത് ഇടുന്ന ഒരു ശീലം കുറേ മുമ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും മാറി, വീണ്ടും കുറേ അർത്ഥപൂർണമായ പേരുകളിലേക്ക് വന്നു. ഞാൻ പറഞ്ഞത് ഒരു പേരിൽ എന്തിരിക്കുന്നു എന്നൊരു ചോദ്യത്തിന് ഒരു ഉത്തരമാണ് പേരിൽ ഒരു വ്യക്തിത്വം അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ആ പേരിട്ടത് വളരെ അർത്ഥപൂർണമായി തീർന്നു എന്നുള്ളത് കൂടി സ്വന്തം ജീവിതം കൊണ്ട്, അത് കുഞ്ഞ് 8 വയസ്സിൻ്റെ 8 വർഷത്തെ ജീവിതം കൊണ്ട് ഈ കുഞ്ഞു കവി അടയാളപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഇനി മലയാളത്തിൽ ഇന്ന് അറിയപ്പെടുന്ന വളരെ ശ്രദ്ധേയനായൊരു കവിയാണ് ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയത് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അവതാരിക കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും അവതാരികയല്ല, അത് ഈ മോൾക്കുള്ള ഒരു കാവ്യ അനുഗ്രഹമാണ്. അദ്ദേഹം പറഞ്ഞൊരു വരി, തപസ്യയിൽ കാപട്യലേശമില്ലാത്ത നിഷ്കളങ്കമായ ഒരു ശിശുവുണ്ട്, ഒപ്പം വളർച്ച മുറ്റിയ ഒരു ഋഷിയും. അത് എത്ര ആഴത്തിലുള്ള വാക്കുകളാണ്. നമ്മൾ കുഞ്ഞുങ്ങളെ പൊതുവെ പറയും അവർക്ക് കളങ്കമില്ല, അതുകൊണ്ടാണ് കുട്ടികളെ ദൈവത്തെ പോലെയാണെന്നൊക്കെ പറയും. ദൈവം തന്നെയാണ് കുട്ടി എന്ന് പറയും. കുട്ടികളെയും പൂക്കളെയും ഇഷ്ടപ്പെട്ടിരുന്നൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്ന രാജ്യം കൂടിയാണ് നമ്മുടേത്. അപ്പോൾ കുട്ടിയുടെ കവിതകൾ വായിക്കുമ്പോൾ അതിലൊക്കെ കൗതുകം, ആ താൻ കണ്ടതെന്താണോ, താൻ കേട്ടതെന്താണോ, തൻ്റെ മനസ്സിൽ പതിഞ്ഞത് എന്താണോ, അത് അതേപടി തന്നെ യാതൊരു ഒളിവും മറവുമില്ലാതെ, അതിൽ അലങ്കാര ചാർത്തുകളില്ലാതെ, അതിൽ വാചാടോപങ്ങളില്ലാതെ, അതിൽ കാപട്യങ്ങളില്ലാതെ, കലർപ്പുകളില്ലാതെ അത് നേരെ പറയുന്നു. അപ്പോൾ നമ്മൾ ഒരു ചോദ്യം വീണ്ടും വരും, നേരെ പറയലാണോ കവിത? നിന്റെ ശാലീന മൗനമാകുമി പൊന്മണിച്ചെപ്പിനുള്ളിലായി മൂടിവച്ച നിഗൂഢഭാവങ്ങൾ പൂക്കള ശലഭങ്ങളാ ഇന്നിതാ നൃത്തലോലരാ ഈ
പ്രപഞ്ച നടനവേദിയിൽ എന്ന് മലയാളത്തിൽ മറ്റൊരു പ്രിയ കവി എഴുതി വെച്ചിട്ടുണ്ട്, ആരെയും ഭാവഗായകനാക്കും എന്ന പാട്ടിൽ. നിന്റെ ശാലീന മൗനമാകും ഈ പൊന്മണിച്ചെപ്പിനുള്ളിലായി മൂടിവച്ച നിഗൂഢ ഭാവങ്ങൾ പൂക്കളായി ശലഭങ്ങളായി ഇന്നിതാ നൃത്തലോലരായി ഈ പ്രപഞ്ച നടനവേദിയിൽ. അപ്പം ഈ തപസ്യയുടെയും കുഞ്ഞു മനസ്സിൻ്റെ ഭാവനയുടെ വർണ്ണമണിച്ചെപ്പിൽ നിഗൂഢമായി ആരും അറിയാതെ ഒളിച്ചു വെച്ച ചില സ്വപ്നങ്ങളും കൗതുകങ്ങളുമൊക്കെയാണ് കാവ്യരൂപത്തിൽ പൂക്കളായി ശലഭങ്ങളായി ഈ പുസ്തകമാകുന്ന നടനവേദിയിൽ നൃത്തമാടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാപട്യമില്ലാത്തൊരു കുഞ്ഞിൻ്റെ കൗതുക കാഴ്ചകളും അതോടൊപ്പം തന്നെ എന്തു പറയുന്നു, വാക്കിൻ്റെ വാരിധിയിലെത്താൻ അക്ഷരം ജപമാക്കണം എന്ന ഒരു വരി കൊണ്ട് ഈ കുട്ടിയിലെ ഋഷിത്വത്തെ ആലങ്കോട് വളരെ പ്രശംസിച്ച് പറയുന്നുണ്ട്. വാക്കുകൾ കൊണ്ടൊരു വാരിധി തീർക്കുവാൻ അക്ഷരം തന്നെ ജപമാക്കണം എന്ന് പറയുമ്പോൾ വാക്കിൻ്റെ വാരിധിയിലേക്ക് എത്താനുള്ള സാധനയാണ് അക്ഷരമെന്നും അതിനുള്ള ഉപാധിയാണ് അക്ഷരമെന്നും തിരിച്ചറിയുന്നത്. ഈ തിരിച്ചറിവ് എവിടെ നിന്ന് കിട്ടി? ഇത്രമാത്രം വലിയ ഔന്നത്യമുള്ളൊരു തിരിച്ചറിവിലേക്ക് എത്താനുള്ള പ്രായം ഈ കുട്ടിക്കായിട്ടില്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ ജന്മാന്തരങ്ങളിലൊക്കെ വിശ്വസിക്കുന്നവരാണല്ലേ. അപ്പോൾ ഏതോ ജന്മത്തിൽ എഴുതി മതിതീരാതെ മണ്ണിൽ നിന്ന് പറന്നുപോയ ഏതോ ഒരു കവിയുടെ ഒരു പുനർജന്മമായിരിക്കാം. ഇത്രയും ചെറുപ്പത്തിൽ അത്രയും വിശുദ്ധമായിട്ടൊരു സങ്കല്പം ഈ കുട്ടിയുടെ മനസ്സിൽ വരണമെങ്കിൽ അങ്ങനെയാണല്ലോ, നമുക്ക് അങ്ങനെയാണ് വിശ്വസിക്കാൻ തരമുള്ളൂ എന്നുള്ളതാണ്. ഇവിടെ എനിക്ക് ഒരു സന്തോഷം കൂടെ തോന്നിയത്, നമ്മൾ പലപ്പോഴും ഇന്ന് കാണുന്നൊരു പ്രവണത, പ്രത്യേകിച്ച് ഒരു പ്രതിഭയുടെയോ കഴിവിൻ്റെയോ ചെറിയ നിഴലാട്ടം പോലും ഇല്ലെങ്കിൽ പോലും അച്ഛനും അമ്മയ്ക്കും അമിതമായ ആഗ്രഹവും അളവറ്റ പണവും ഉണ്ടെങ്കിൽ കുട്ടികളെ എന്തൊക്കെയായി കെട്ടിച്ചമയ്ക്കുന്നൊരു കാലത്ത് കൂടിയാണ്. അപ്പോൾ ഞാനും ഈ പുസ്തകം വായിച്ചപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമുണ്ട്. ഈ കാലത്ത്, വരും കാലത്തിലേക്ക് പ്രതീക്ഷയുള്ളൊരു കവിയാണ് തപസ്യ എന്ന് എനിക്ക് അങ്ങനെയാണ് ബോധ്യം വരുന്നത്. അപ്പോൾ അത് വളരെ നന്നായിട്ട് അദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ അവതാരികയിൽ ആദ്യ വരിയിൽ തന്നെ അത് പറയുകയും ചെയ്തു എന്നുള്ളത്. ഇനി ഇതിലെ കവിതകളിലൂടെ എല്ലാം ഞാൻ കടന്നു പോകുന്നില്ല, കാരണം നിങ്ങൾക്ക് ഒറ്റ വായന. ഒരു കവിതയുടെ മറ്റൊരു സവിശേഷത, സാധാരണ നമ്മൾ പറയും സംഗീതം അഭിസാഹിത്യം സരസ്വത്യാഹ സ്തനദ്വയം ഏകമാപാദ മധുരം അന്യത് ആലോചനാമൃതം. സംഗീതം നമുക്ക് ഒറ്റ കേൾവിയിൽ തന്നെ നമ്മളത് അടിമുടി നമ്മളെ ആസ്വദിപ്പിക്കും, നമുക്ക് ആസ്വദിക്കാൻ പറ്റും. സംഗീതത്തിൻ്റെ പ്രത്യേകത അങ്ങനെയാണ്. അത് ഏത് തരം സംഗീതമായാലും. പക്ഷെ സാഹിത്യം പലപ്പോഴും വായിച്ച് പിന്നെയും വായിച്ച് ഇനിയും വായിച്ച് ആദ്യ വായനയിൽ നിന്ന് അഞ്ചാമത്തെ വായനയിലേക്ക് എത്തുമ്പോൾ ഒരു വാക്കിനും ഒരു വരിക്കും ഒരർത്ഥത്തിൽ നിന്ന് 5 അർത്ഥങ്ങൾ നമുക്ക് കിട്ടും. ഇത് ഓരോ വായനയും നമുക്ക് ഓരോ അർത്ഥം തരും. അപ്പോൾ ഇത് ആലോചിക്കും തോറും അമൃതമാണ്. നോക്കൂ, ആദ്യത്തെ പറഞ്ഞത് അടിമുടി മധുരമാണ്, മധുരത്തേക്കാളും മഹത്തരമാണെന്നതാണ് അമൃതം. അപ്പോൾ അന്യത ആലോചനാമൃതമാണ്. കവിത ആലോചിച്ചാണ് അതിൻ്റെ അമരത്വത്തിലേക്ക് എത്തുന്നത്. തീർച്ചയായിട്ടും എത്രയോ കവികൾ ജനിച്ച് വളർന്ന് ജീവിച്ച് മണ്ണടിഞ്ഞു പോയിട്ടും അവരുടെ കവിതകളിലൂടെ അവരിന്നും നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ അമരത്വമാണ് സാഹിത്യത്തിൻ്റെ, അക്ഷരത്തിൻ്റെ, കവിതയുടെ അമരത്വമാണ് അവർ പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇവിടെ ഒരുപാട് ആലോചിക്കാതെ തന്നെ ഒറ്റ വായനയിൽ തന്നെ നമുക്ക് ഈ ഓരോ കവിതകളെയും കൊണ്ടുപോകാം. ഇനി ഇതിലെടുത്ത് പറയേണ്ട ഒരു പ്രത്യേകത, ഞാനെന്ന ബിന്ദുവിൽ നിന്ന് എൻ്റേതെന്ന ബിന്ദുവിലേക്കും എൻ്റേതെന്ന ബിന്ദുവിൽ നിന്ന് ഞാനെന്ന ബിന്ദുവിലേക്കും മാത്രം സഞ്ചരിക്കുന്ന പെൻഡുലങ്ങളായി മനുഷ്യ ജീവിതം മാറിക്കൊണ്ടിരിക്കുന്ന സ്വാർത്ഥതയുടെ ഒരു കാലഘട്ടത്തിൽ ഞാൻ വായിക്കുന്നത്, ഞാൻ എഴുതുന്നത്, ഞാൻ അറിയുന്നത്, ഞാൻ പഠിക്കുന്നത്, ഞാൻ ശേഖരിക്കുന്നത് എനിക്ക് മാത്രമെന്ന് ചിന്തിക്കുന്ന സ്വാർത്ഥതയുടെ ഒരു കാലഘട്ടത്തിൽ ഈ കുഞ്ഞു മനസ്സിലെ കവിത കൗതുകത്തിനപ്പുറത്ത് മനുഷ്യ ജീവിതത്തിന് വലിയൊരു മൂല്യബോധം നൽകുന്നു. ഒരു കുഞ്ഞു പൂച്ചയോട് പറയുന്നതാണ്, കള്ളിപ്പൂച്ച, നീ വരുന്നത് എൻ്റെ ഉണ്ണിക്ക് കാച്ചി വെച്ച പാല് കുടിക്കാനാണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ അവസാനം പറയും, നീ വന്നാൽ എനിക്ക് കുറച്ച് തരും, നീ എൻ്റെ അടുത്ത് കള്ളത്തരമൊന്നും കാണിക്കണ്ട, ഞാൻ തരാം, അമ്മ വന്നാൽ അടി കിട്ടും, നീ വേഗം പൊയ്ക്കോ എന്ന് പറയുന്നിടത്ത് മനുഷ്യനോട് പോലും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ക്രൂരതകൾ കാട്ടിക്കൊണ്ടിരിക്കുന്നൊരു വല്ലാത്ത കലിയുഗത്തിൻ്റെ സകല കാലുഷ്യങ്ങളും ആടി വിലയുന്ന താണ്ഡവമാടുന്നൊരു കാലത്ത് ഒരു കുഞ്ഞു പൂച്ചയിലേക്ക് മനുഷ്യ മനസ്സിൻ്റെ ആർദ്രതയുടെ ഉറവ ചെന്നെത്തുന്ന ഒരു കാവ്യഭാവനയാണ് ഇതിൽ കാണുന്നത്.
അപ്പോൾ ഒരു പൂച്ചയിലേക്ക് ഒരു കുഞ്ഞു മനസ്സിൻ്റെ കരുണാർദ്രത, അനുകമ്പ വരുന്നു. രുദിതാനുസാരിയാണ് കവി എന്ന് പറയും. കണ്ണീര് എവിടെയുണ്ടോ അവിടെയാണ് കവി നിലകൊള്ളേണ്ടത്. അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ആ കുട്ടിയുടെ മനസ്സിലുള്ള കാരുണ്യത്തിൻ്റെ ഒരു ഉറവ കൂടി നമുക്ക് ഈ കവിതയിൽ വായിച്ചെടുക്കാൻ കഴിയുന്നു. ഞാൻ ഇത്രയും നിങ്ങളോട് പറഞ്ഞത് ഒരു കുട്ടിയുടെ കവിത എന്ന നിലയ്ക്ക് വായിക്കാതെ ആ കുട്ടി മുന്നോട്ട് വയ്ക്കുന്ന കാവ്യബിംബങ്ങളെയും കവിതയുടെ ആശയങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് വായിക്കുമ്പോഴാണ് ഈ കവിത നമ്മുടെ മനസ്സിൽ ഒരിക്കലും വീണുപോകാത്ത, കാലത്തിൻ്റെ കാറ്റ് എത്രമേൽ ആഞ്ഞടിച്ചാലും വീണുപോകാത്ത ഒരു ഓലപ്പമ്പരമായി നമ്മുടെ ഹൃദയത്തിന് ഇങ്ങനെ കണ്ണിനെ കുളിരണിയിച്ച് ഹൃദയത്തെ തണുപ്പിച്ചുകൊണ്ട് അതിങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെ കുറേ കവിതകൾ, മുത്തച്ഛനെ കുറിച്ച് പറയുന്നൊരു കവിതയിൽ ഈ കുഞ്ഞു കവിയുടെ പദബോധം നമുക്കറിയാം. കടത്തന വിദ്യയുടെ കാര്യം പറഞ്ഞിട്ട് പറയുന്നു, ഗുരുദേവൻ്റെ കാര്യം പറഞ്ഞ് വിദ്യയുടെ ഒരു പ്രതീകമായിട്ട് മുത്തശ്ശനെ പറയുന്നതാണ്. നോക്കൂ, ഞങ്ങൾക്കുണ്ടൊരു മുത്തശ്ശൻ, വെള്ളയുടുപ്പിട്ടൊരു മുത്തശ്ശൻ, ചേലൊത്ത പുഞ്ചിരി തൂകി നിൽക്കും വെള്ളമുടിയുള്ള മുത്തശ്ശൻ. അടുത്ത 2 വരികളിലാണ് കുട്ടിയുടെ പദബോധം നമ്മൾ തിരിച്ചറിയുന്നത്. ഗുരുദേവ വാക്യം ആസ്പദമാക്കി വിദ്യയ്ക്ക് വിളനിലമേകിയ മുത്തശ്ശൻ. ഒരു കാലത്ത് സാമൂഹികമായ പല തരത്തിലുള്ള മലിനീകരണം കൊണ്ട് പൊറുതിമുട്ടിയ കേരള ജനതയ്ക്ക് നവോത്ഥാനത്തിനൊരു കൈത്തിരി കൊളുത്തി വെച്ച ഗുരുദേവൻ പറഞ്ഞു, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക. അപ്പോൾ ഗുരുദേവ വാക്യം ആസ്പദമാക്കി വിദ്യയ്ക്ക് നിലമേകിയ മുത്തശ്ശൻ എന്ന് പറയുമ്പോൾ ഗോകുലം ഗോപാലനെ കുറിച്ചാണ് ഈ കവിത. അപ്പോൾ അദ്ദേഹം ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റുമൊക്കെ നടത്തുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ നോക്കുക, ഗുരുവിലേക്കും വിദ്യയിലേക്കും ചേർത്ത് ആ മുത്തശ്ശനെ ആ കുട്ടിക്ക് എഴുതി വയ്ക്കാൻ കഴിയുന്നു. അടുത്തതിലേക്ക് വരുമ്പോഴോ, കടത്തനാടിൻ്റെ മണ്ണിൽ പിറന്ന കരുത്തനായ മുത്തശ്ശൻ. അപ്പോൾ കടത്തനാട് എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ ഒരു കാലഘട്ടത്തിലെ അംഗച്ചേകവന്മാരുടെ കരുത്തിൻ്റെ ഒരു പ്രതീകമാണ് ഒരു നാട്, കടത്തനാട്. അപ്പോൾ നോക്കൂ, അതിനെ വന്നപ്പോൾ കരുത്തനായൊരു മുത്തശ്ശൻ. അപ്പോൾ വിദ്യയുടെ കാര്യം പറഞ്ഞപ്പോൾ ഗുരുവിനെയും, കടത്തനാടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കരുത്തിനെയും കൊണ്ട്, ഇതാണ് കവിയുടെ പദബോധം എന്ന് പറയുന്നത്. ഇതും ഒരു പക്ഷേ 8 വയസ്സായ ഒരു കുട്ടി ബോധപൂർവം ചെയ്തതാവണമെന്നില്ല. വളരെ സ്വാഭാവികമായിട്ട് പലപ്പോഴും, ഇപ്പോൾ ഞാനും കുറച്ചൊക്കെ കവിത എഴുതുന്ന ഒരാളായതുകൊണ്ട് ഒരു ദിവസം രാവിലെ നടന്നു വരുമ്പോൾ, പ്രഭാത നടത്തത്തിന് പോയിട്ട് വരുമ്പോൾ കൂടെയുള്ളൊരു കുട്ടി പറഞ്ഞു, ചേട്ടാ മേഘങ്ങൾ ചുരുള് നിവർന്നു പോകുന്നു നോക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കട്ട പിടിച്ച മേഘം ഇങ്ങനെ അഴഞ്ഞഴിഞ്ഞ് പോകുന്നു. ഞാൻ വീട്ടിൽ വന്ന വഴിക്ക് തന്നെ എഴുതാണ്, മേഘച്ചുരുള് നിവർന്നു വാനം മോടിയിൽ ആടയണിഞ്ഞു വാർമതി ലേഖയണഞ്ഞു നീളെ താരകമലരു വിടർന്നു. അപ്പോൾ ഒരു പ്രഭാതത്തിൽ നിന്ന് രാത്രിയിലേക്ക്, പ്രഭാതത്തിൻ്റെ മേഘ സൗന്ദര്യത്തിൽ നിന്ന് രാത്രിയുടെ നിലാസൗന്ദര്യത്തിലേക്ക് 1 മിനിറ്റ് കൊണ്ട് കവിക്ക് എത്താൻ കഴിയുമെന്ന് പറയാനാണ് ഞാനിത് പറഞ്ഞത്. അപ്പം ഇങ്ങനെ പദങ്ങൾ മനോഹരമായി കോർത്തു വെച്ച് അതിലൊക്കെ തന്നെ കുട്ടിത്തത്തിൻ്റെ ലാളിത്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പാണ്ഡിത്യത്തിൻ്റെ കേമത്വം പ്രകടിപ്പിക്കാത്ത കുട്ടിത്തത്തിൻ്റെ ലാളിത്യം പ്രകടിപ്പിക്കുന്ന ആ ലാളിത്യത്തിൻ്റെ വിശുദ്ധിയും ആ വിശുദ്ധിയുടെ മാധുര്യവും അക്ഷരങ്ങളിൽ ആവാഹിച്ച് ഈ കുഞ്ഞു കവി എഴുതിക്കൊണ്ടിരിക്കുന്നു. കൊന്നയെക്കുറിച്ച്, അതുപോലെ തന്നെ പ്രാസഭംഗി, അന്ത്യാക്ഷരപ്രാസത്തിൽ കവിത എഴുതുന്ന ആളുകൾ വളരെ കുറവ്. ആദ്യാക്ഷരപ്രാസം പിന്നെയും വയ്ക്കാൻ പറ്റും. അന്ത്യാക്ഷരപ്രാസത്തിൻ്റെ ഒരു ചക്രവർത്തി എന്ന് ഞാനെപ്പോഴും പറയാറുള്ളത് യൂസഫ് അലി കേച്ചേരിയാണ്. ആൻകുയിലേ തേൻകുയിലേ, ആ ലേലാണ് അത് ആ പാട്ടിൻ്റെ വരികളൊക്കെ വന്ന് അവസാനിക്കുന്നത്. അങ്ങനെ അദ്ദേഹം, ഇതിവിടെയും ഈ കുട്ടിയുടെ കവിതയിൽ അന്ത്യാക്ഷരപ്രാസം നമുക്ക് കാണാം. ഞാൻ എല്ലാ കവിതകളെയും എടുത്തു പറയുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ശ്രീജിത്ത് മാഷ് പറഞ്ഞതും കൂടെ പറയാതെ പോകുന്നത് ശരിയല്ല. അദ്ദേഹം വളരെ മനോഹരമായിട്ട് കുറേ കൂടി, എനിക്ക് തോന്നുന്നു ആലങ്കോടിൻ്റെ അവതാരികയേക്കാൾ കുറേ കൂടി ആഴത്തിൽ ഈ കവിതയെ വായനക്കാരന് മുന്നിലേക്ക് വെച്ച് തരുന്നത് ശ്രീജിത്ത് മുത്തേടത്താണ്. അദ്ദേഹം ബാലസാഹിത്യകാരനാണ്, നിരവധി അവാർഡ് കിട്ടിയുള്ള ഒരാളാണ്. അദ്ദേഹം പറഞ്ഞൊരു വരി അതും കൂടെ പറയാതെ പോകുന്നത് ശരിയല്ല. തപസ്യ ഒരു അത്ഭുതമാണ്. തപസ്യ എന്ന കുഞ്ഞിനെ വ്യത്യസ്തമാക്കുന്നത് ഭാഷയുടെയും ഭാവനയുടെയും അപാരമായ സൗന്ദര്യമാണ്. ഇതൊരു എഴുതിത്തെളിഞ്ഞ ഇരുത്തം എന്നൊരു എഴുത്തുകാരൻ്റെ മറ്റൊരു അനുഗ്രഹ വർഷമാണ്. ഭാഷയുടെയും ഭാവനയുടെയും അപാരമായൊരു സൗന്ദര്യം. സ്വന്തം അനുഭവങ്ങളുടെ വെയിൽ തട്ടി മുളയ്ക്കുമ്പോഴാണ് സർഗാത്മകതയുടെ ചെടിക്ക് ആരോഗ്യമുണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ തപസ്യയിലും അദ്ദേഹം കണ്ടെത്തുന്നത്, ഒരുപക്ഷേ ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ കണ്ടെത്തുന്നത്, അനുഭവങ്ങളുടെ വെയിൽ വേണ്ടുവോളം കിട്ടി വളർന്ന ഒരു കാവ്യ വല്ലരിയാണ് തപസ്യ അഥവാ തപസ്യയുടെ കവിതകൾ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അനുഭവം മാത്രമാണോ കവിത? ഭാവന മാത്രമാണോ കവിത?
അനുഭവവും ഭാവനയും പ്രത്യേക അനുവാദത്തിൽ കൂടിച്ചേരുകയും അവിടെ ഭാഷയുടെ സൗന്ദര്യം കൂടി വന്നു ചേരുകയും ചെയ്യുമ്പോൾ വാക്കുകൾ ചിറകം മുളച്ച ശലഭങ്ങളായി മാറുകയും അത് ഹൃദയ ഉദ്യാനത്തിലുടനീളം ചിറകടിച്ച് പറന്ന് നമ്മെ ആനന്ദിപ്പിക്കുകയും മധുരിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ഇനി വരുന്ന തലമുറകൾക്ക് വായിച്ച് ആനന്ദിക്കാനും ആസ്വദിച്ച് മധുരിക്കാനുമുള്ള നിരവധിയായ കവിതകൾ ഓലപ്പമ്പരമായി, ഓലപ്പീപ്പിയായി, പൂക്കളമായി, കണിക്കൊന്ന പൂങ്കുലകളായി ഈ തപസ്യയുടെ തൂലികയിൽ നിന്ന് വിടർന്നുകൊണ്ടേയിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കുഞ്ഞു തപസ്യയുടെ കാവ്യവഴിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ ഈ പുസ്തക പരിചയം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.